ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്, ഹാപ്പി വീക്കെൻഡ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് വീക്കിൽ സ്വിംഗ് ട്രേഡിങ്ങിന് ഫോക്കസ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കിൽ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കിലാണ്. അതോടൊപ്പം നല്ല ബുള്ളിഷ് വോളിയൂമിൽ ബ്രേക്ക് ഔട്ട് തന്ന സ്റ്റോക്കുകളും നമ്മൾ ഇതിൽ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇന്നലെ നമ്മൾ സ്റ്റോക്കിൽ ഒരു വീഡിയോസിൽ തന്നെ പറഞ്ഞിട്ടുള്ള സ്റ്റോക്കിലാണ് ഐഡിയ, സൊമാറ്റോ തുടങ്ങിയ സ്റ്റോക്കിൽ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ ടാർഗറ്റ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ആ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യുക. വോഡാഫോൺ ഐഡിയ, സൊമാറ്റോയുടെ അതൊക്കെ നല്ല ബുള്ളിഷ് വോളിയം ബ്രേക്ക് ഔട്ട് തന്ന സ്റ്റോക്കിലാണ്. സോ വോഡാഫോൺ ഐഡിയ പെന്നി സ്റ്റോക്ക് ആയതുകൊണ്ട് കുറച്ച് റിസ്കി ആണെന്ന് പറഞ്ഞു. സോ വോഡാഫോൺ ഐഡിയ നല്ല ബുള്ളിഷ് വോളിയം ബ്രേക്ക് ഔട്ട് തന്ന സ്റ്റോക്കാണ്. 15 ട്രേഡ് ചെയ്യുന്നു. 20% വരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. അതുപോലെ സൊമാറ്റോ ഇപ്പോൾ 149 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. നല്ലൊരു സ്റ്റോക്കാണ്. 151 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകാനുള്ള സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. അതുപോലെ ഒലക്ട്ര ഗ്രീൻ ടെക്, ഈ ഒരു സ്റ്റോക്കും നല്ല വോളിയം ബ്രേക്ക് ഔട്ട് തന്ന സ്റ്റോക്കാണ്. കറൻ്റ്ലി 2000 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 2400 വരെ ടാർഗറ്റ് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ ആർത്തി ഇൻഡസ്ട്രീസ് ഓക്കെ, 663 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. നല്ല വോളിയൂമിൽ ബ്രേക്ക് ഔട്ട് വരുന്ന ഒരു സ്റ്റോക്കാണ്. 674 വരെ പോകാൻ സാധ്യതയുണ്ട്. 16% വരെ റിട്ടേൺസ് തരാൻ സാധ്യതയുണ്ട്. 639 ബിലോ സ്റ്റോപ്പ് ലോസ് വിൽക്കുക. അപ്പോൾ ഈ 4 സ്റ്റോക്കിലാണ് ഈ ഒരു വോളിയം ബേസിസിൽ നല്ല ഒരു റിട്ടേൺസ് തരാൻ സാധ്യതയുള്ളത്. അതുപോലെ സീൽ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതേ ഉള്ളൂ. സീൽ നല്ല വോളിയം ബ്രേക്ക് ഔട്ട് സ്റ്റോക്കാണ്. 300 വരെ പോകാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. ഓക്കെ, ഇതൊക്കെ വോളിയം ബേസിസിൽ നല്ല ഫോക്കസ് ചെയ്യാൻ പറ്റിയ സ്വിംഗ് സ്റ്റോക്കുകളാണ്. അപ്പോൾ ഇതല്ലാതെ ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള 10 സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്? അതായത് ICICI സെക്യൂരിറ്റീസ്, പ്രഭുദാസ് ലീലാധർ, മോത്തിലാൽ ഒസ്വാൾ ഒക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഏതാണെന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ബിർള കോർപ്പറേഷൻ ആണ്. 1696 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1800 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് നെക്സ്റ്റ് വീക്കിൽ. അപ്പോൾ നെക്സ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ ടൈം ഫ്രെയിം വരുന്നത് 2 വീക്സ് ടു 1 മന്ത് ആണ്. ഓക്കെ, ഉടനെ അത് ഇൻക്രീസ് ആവത്തൊന്നുമില്ല. സോ ആ ഒരു ടൈം ഫ്രെയിമിന് വെയിറ്റ് ചെയ്ത് തന്നെ വേണം. ദെൻ സെക്കൻഡ് സ്റ്റോക്ക് ഈ ഒരു കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെൻറ്റ് സർവീസസ്, ഈ ഒരു സ്റ്റോക്കാണ്. കുറച്ച് ഡൗൺ ട്രെൻഡ് ആണ്, ബട്ട് സ്റ്റിൽ 2 വീക്സ് ടു 1 മന്തിനുള്ളിൽ ഒരു 3450 എന്നുള്ള ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സ്റ്റോക്കിൻ്റെ സെക്ടർ നോക്കുകയാണെങ്കിൽ മിസലേനിയസിൽ വരുന്നു. മിസലേനിയസിൽ ക്യാംസ് വരുന്നത് 5th പ്ലേസിലാണ്. ഓക്കെ, ഫണ്ടമെൻ്റലി നല്ല ഒരു ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ FI ഹോൾഡിങ്സ് നല്ല വർദ്ധിച്ചിട്ടുണ്ട്. സോ ആ ഒരു ബേസിസിൽ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാം. ദെൻ എൻഡ്യൂറൻസ് ടെക്നോളജിയാണ് നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്ക്. 1842. സോ 2275 ആണ് ടാർഗറ്റ് വരുന്നത്. ദെൻ ട്രെൻഡ് നെക്സ്റ്റ് സ്റ്റോക്ക് 3760, 4200 വരെ പോകാൻ സാധ്യതയുള്ള ഒരു റീറ്റെയിൽ സെക്ടറിലെ നല്ല ഒരു സ്റ്റോക്കാണ്. സെക്കൻഡ് പ്ലേസിലുണ്ട്. നല്ല ഒരു ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ലോങ് ടേമിനൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റോക്ക് തന്നെയാണ്. ദെൻ ഫ്യൂഷൻ മൈക്രോ ഫിനാൻസ് 569 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 720 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 2 വീക്സ് ടു 1 മന്ത് വരെയാണ് ഇതിൻ്റെ ടൈം ഫ്രെയിം വരുന്നത്. സോ വിത്തിൻ 1 മന്തിനുള്ളിൽ ആ ഒരു പറഞ്ഞ ടാർഗറ്റിലേക്ക് വരുന്നതായിരിക്കും. ദെൻ ത്രിവേണി ടർബൈൻ 466 റുപ്പീസിലാണ് ട്രേഡ് ചെയ്യുന്നത്. 585 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു സ്റ്റോക്ക് ക്യാപിറ്റൽ ഗുഡ്സ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിൽ ലാസ്റ്റ് പ്ലേസിൽ വരുന്നു. ബട്ട് നല്ല ഫണ്ടമെൻ്റലി ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ സ്റ്റോക്ക് ഫോക്കസ് ചെയ്യാം. ദെൻ ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ലോങ് ടേമിന് ഫോക്കസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റോക്ക് കൂടിയാണ്. ടാറ്റ കൺസ്യൂമർ 1129 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1360 ആണ് ടാർഗറ്റ് ICICI സെക്യൂരിറ്റീസ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. പ്ലാന്റേഷൻ പ്രോഡക്ട്സിൽ ഫസ്റ്റ് പ്ലേസിൽ ലീഡിംഗ് ആയിട്ട് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ട് നല്ലൊരു സ്റ്റോക്കാണ്. ഓക്കെ, ആൻഡ് നല്ല ഡിവിഡൻഡ് ഈൽഡിങ് സ്റ്റോക്കും കൂടിയാണ്. ഓക്കെ,
ദെൻ SKF ഇന്ത്യയാണ് നെക്സ്റ്റ് വരുന്നത്. 4519 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 5095 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. മെയിൻലി ലൂബ്രിക്കേഷൻ, അതുപോലെ മെക്കാനോട്രോണിക്സ്, ഇതിൻ്റെയൊക്കെ മാനുഫാക്ചറിങ് ബിയറിങ്സിൽ വരുന്ന ഒരു സ്റ്റോക്കാണ് SKF ഇന്ത്യ സെക്കൻഡ് പ്ലേസിൽ. ദെൻ മനപ്പുറം ഫിനാൻസ് നെക്സ്റ്റ് സ്റ്റോക്ക് 183 റുപ്പീസ്, 200 റുപ്പീസിന് താഴെ നല്ലൊരു ഡിവിഡൻഡ് yielding സ്റ്റോക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. 230 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. മോത്തിലാൽ ഒസ്വാൾ ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. ഫിനാൻസ് സെക്ടറിൽ തന്നെ ലാസ്റ്റ് പ്ലേസിൽ, എന്നാൽ ഫിനാൻഷ്യലി നല്ല ഒരു ഗ്രോയിങ് ആയിട്ട് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. FI ഹോൾഡിങ്സ് നല്ല വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ബ്രിഗേഡ് എൻ്റർപ്രൈസസ് ഈ ഒരു സ്റ്റോക്കാണ് 999 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1169 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ റിയാലിറ്റി സെക്ടറിൽ 6th പ്ലേസിൽ വരുന്നു. ഓക്കെ, സോ ടെക്നിക്കലായിട്ട് ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റോക്കുകളും നിങ്ങളും കൂടി അനലൈസ് ചെയ്യുക, എന്നിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇടുന്നത്. ഡു യുവർ ഓൺ അനാലിസിസ് ബിഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം, അല്ലെങ്കിൽ വീഡിയോസിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ പ്ലേലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോസ്, ക്രൂഡ് ഓയിൽ, ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.